നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മന്നിപ്പാടിയിലെ സന്ദേശിന്റേത് തൂങ്ങി മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത ബ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആൺ സുഹൃത്താണ് സന്ദേശ്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വികസന ജാഥ വേലാശ്വരത്ത് സമാപിച്ചു. സമാപന പരിപാടി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ പങ്കാളികളായി. ജീവസുറ്റ മണൽ ശില്പങ്ങൾക്ക് മുന്നിൽ മൺചിരാത് തെളിയിച്ച ശരത് ലാൽ കൃപേഷ് ഓർമ്മകൾ പുതുക്കി ജവഹർ ബാൽമഞ്ച് ജില്ലാ കമ്മിറ്റി. ശില്പി ദേവദാസും സംഘവുമാണ് ശില്പം ഒരുക്കിയത്. വെളുത്തെടുത്ത നായർ സമുദായത്തെ സമ്പൂർണ്ണ OECയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യം. കേരള വെളുത്തെടുത്ത നായർ സമാജം കാസർഗോഡ് ജില്ലാ വനിതാ സംഗമവും അനുമോദന സദസ്സും നടന്നു. വാർത്തകൾ വിശദമായി. മന്നിപ്പാടിയിലെ സന്ദേശിന്റേത് തൂങ്ങി മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത വ്ലോഗർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആൺ സുഹൃത്താണ് സന്ദേശ്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. 2 ആത്മഹത്യകളിലും പുറത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന രേഷ്മയുടെ ആൺസുഹൃത്ത് മന്നിപ്പാടി സ്വദേശി സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം തൂങ്ങിമരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ സന്ദേശ് ജീവനൊടുക്കിയത്. കടുത്ത മാനസിക സമ്മർദ്ദവും മാനഹാനിയുമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ചയാണ് ചിന്നുവിനെ ഇരുവരും താമസിച്ചിരുന്ന ആസാദ് നഗറിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിനു പിന്നിൽ സന്ദേശാണെന്ന തുടക്കത്തിൽ സംശയം ഉയർന്നിരുന്നു. എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി. പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പമാണ് സന്ദേശിനെ വിട്ടയച്ചത്. ഇതിനു പിന്നാലെ സന്ദേശിനു നേരെ വൻതോതിൽ സൈബർ ആക്രമണം നടന്നിരുന്നതായി പറയുന്നു. ഇതിലുള്ള മാനസിക വിഷമമായിരിക്കാം ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നും സംശയിക്കുന്നു. അതേസമയം ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വികസന ജാഥ വേലാശ്വരത്ത് സമാപിച്ചു. സമാപന പരിപാടി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. LDFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മണ്ഡലം ജാഥകളിൽ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മഞ്ചേശ്വരം ജാഥകൾക്ക് സമാപനമായി. ചന്ദ്രശേഖരൻ MLA ലീഡറും കേരള കോൺഗ്രസ് M സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ഡെപ്യൂട്ടി ലീഡറും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ മാനേജറുമായ ജാഥ ഞായറാഴ്ച പുതുക്കയിൽ നിന്ന് ആരംഭിച്ച് ഒഴിഞ്ഞവളപ്പ്, കല്ലൂരാവി, അരയി, നെല്ലിക്കാട്ട്, കിഴക്കുങ്കര, വെള്ളിക്കോത്ത്, കൊളവയൽ, രാവണേശ്വരം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വേലാശ്വരത്ത് സമാപിച്ചു. സമാപന സമ്മേളനം CPIM മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അതിനു മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളെല്ലാം ഭരിച്ച് ഉണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ അതിന്റെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്നവർ പുതുയുഗ യാത്ര നടത്തുന്നത് എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. ഏത് യുഗത്തിലേക്കാണ് ഇവർ പോകുന്നത്? 2011 മുതൽ 16 വരെ UDF ഭരിച്ച ആ കാലഘട്ടത്തിലേക്കാണോ കേരളത്തെ കൊണ്ടുപോകാൻ വേണ്ടി പുതുയുഗ യാത്ര എന്ന് പറഞ്ഞ് ഇവർ സംഘടിപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ പുതുയുഗത്തിലേക്കുള്ള യാത്രയല്ല, കലിയുഗത്തിലേക്കുള്ള യാത്രയാണ് BD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്ര എന്നുള്ള ധാരണ നമുക്കുണ്ടാകണം. K. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ചന്ദ്രശേഖരൻ MLA, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, VV രമേശൻ, K. രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ജനങ്ങൾ 3.25 കോടിയിൽ 1 കോടി ജനങ്ങൾക്ക് നേരിട്ട് കേരള ഖജാനാവിൽ നിന്ന് പണം കൊടുക്കുന്ന സർക്കാരാണ്. 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 32 ലക്ഷം സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള, അപ്പോൾ 94 ലക്ഷം
5 ലക്ഷം വരുന്ന യുവാക്കൾക്ക് അവർക്ക് തൊഴിൽ ലഭിക്കുന്നവരെ കൊടുക്കുന്ന സഹായം 99 ലക്ഷം എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 കോടി ആളുകളായി. പിന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ വരെ കൊടുത്തവരെ വിദേശത്തയച്ച് പഠിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇ ചന്ദ്രശേഖരൻ MLA, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, വി രമേശൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, VK രാജൻ, ഷാലു മാത്യു, ഒക്ലാവ് കൃഷ്ണൻ, K രാജ്മോഹൻ, PK നിശാന്ത്, KS കുര്യാക്കോസ്, PP രാജു, CK നാസർ, MP ജയേഷ്, ഉദിനൂർ സുകുമാരൻ, രാഹുൽ നിലാങ്കര, കുലേരി രാഘവൻ, P അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. കൃഷ്ണൻ കോടാട്ട് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ പങ്കാളികളായി. 2 ദിവസങ്ങളിലായി കാസർഗോഡ് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. വൈകുന്നേരത്തോടെ മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ അണിനിരന്നു. ശിങ്കാരിമേളം, മുത്തുകുടകൾ, ഡൊള്ളു, പുലിക്കളി എന്നിവ വിളംബര ജാഥയ്ക്ക് പ്രൗഢിയേകി. വർണ്ണക്കാഴ്ചകൾ നിറഞ്ഞ ഘോഷയാത്ര നഗരത്തിന് ഉത്സവ നിറവ് പകർന്നു. നഗരം ചുറ്റിയ ഘോഷയാത്ര പൊതുസമ്മേളന വേദിയായ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നെല്ലിക്കുന്ന് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഒരു ദിശാബോധം നൽകുന്നത്, ഞങ്ങൾ ശ്രദ്ധിക്കാത്ത മേഖലകളെക്കുറിച്ച് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം നൽകുന്നത്, ഞങ്ങൾക്ക് ചില അവഗണിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങളോട് താതാൽപ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നത് ഇതുപോലെയുള്ള പ്രാദേശിക ചാനലുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഇപ്പോൾ MLAമാർ എന്ന നിലയിൽ ഞങ്ങൾ ശോഭിക്കുന്നത് തന്നെ കേരള വിഷനും അതുപോലെ തന്നെ KCN ഇപ്പോൾ പോലെയുള്ള പ്രാദേശിക ചാനലുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ഭീഷണികൾ നിങ്ങൾ നേരിടുന്നുണ്ട് എന്നറിയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്ന് സമരം നടത്തിയിരുന്നു. ആ സമരത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. KCBയിൽ നിന്ന് നിങ്ങൾക്കുള്ള ഭീഷണി, അതൊക്കെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നിലവിലുള്ളതുകൊണ്ട് അതൊക്കെ പരിഹരിച്ച് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ഭീഷണി ഈ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാ ആളുകളും ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ
വസ്തുതാപരമാണോ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. MLA AK മഷ്റഫ്, KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, അനിൽ വാഴുന്നോറടി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഏതായാലും ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ 21 കൂടി നിങ്ങൾ മംഗലാപുരത്ത് കൂടി പുതിയ ഓഫീസിൻ്റെ വർക്കൊക്കെ നടന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ചൈത്രയാത്ര തുടരുന്നു എന്നുള്ള ഒരു സന്തോഷവും കൂടി കേൾക്കാൻ കഴിഞ്ഞു. തീർച്ചയായും ഞങ്ങൾ എപ്പോഴും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട അന്നുച്ചാനെ ഓർമ്മിക്കാതെ നമുക്കൊരു പ്രോഗ്രാമും പൂർത്തീകരിക്കാൻ കഴിയില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയ ഒരു വലിയ മനുഷ്യനാണ്. തീർച്ചയായും ഞാനുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകളാണ് ഈ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മേഖലയിലും ധാരാളം ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായും ബഹുമാന്യ MLA ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സ്വാഗത സംഘം ചെയർമാൻ ഷുക്കൂർ കോളിക്കര, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, ജില്ലാ ട്രഷറർ P വിനോദ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, MD TV മോഹനൻ, വിവിധ മേഖലാ ഭാരവാഹികളായ K ദിവാകര, പ്രകാശ്, ബൈജുരാജ് CP എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ സ്വാഗതവും പാർത്ഥസാരഥി നന്ദിയും പറഞ്ഞു. കാസർഗോഡ് RK മാളിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ പതാക ഉയർത്തിയതോടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനം ആരംഭിച്ചു. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് COA സംസ്ഥാന സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി 2026-27 പദ്ധതി രൂപീകരണം എന്നിവയുടെ ഭാഗമായി ഗ്രാമസഭയ്ക്ക് സമാനമായ യോഗം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണം 2026-27 ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ നടന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. എന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുള്ളത്. ആ രീതിയിൽ കാർഷിക മേഖലയിലെ പുനരുജ്ജീവിക്കുന്നതിന് ആവശ്യമായ നെൽകൃഷിക്കും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ആയാലും അതിനാവശ്യമായ പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഊന്നൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ കാര്യങ്ങൾ നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് ആ ഉൽപാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ പദ്ധതികൾക്കും നമ്മൾ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നല്ല സംയുക്ത പ്രോജക്റ്റുകൾ നമുക്ക് ഗ്രാമപഞ്ചായത്തുകളുമായി ആലോചിച്ചുകൊണ്ട് സംയുക്ത പ്രോജക്റ്റുകൾ തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വികസന സെമിനാറിലേക്ക് പോകേണ്ടതുണ്ട്. 21ാം തീയതിയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നിങ്ങളുടെ കാര്യ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അതിൽ വന്നുകൊണ്ട് നമ്മുടെ വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന പരിപാടികൾക്ക് അന്തിമ രൂപം നൽകിക്കൊണ്ട് നമുക്ക് പദ്ധതി DPCക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള നല്ല ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഓരോ പഞ്ചായത്ത് ബേസിൽ നമ്മൾ ഇരുന്നുകൊണ്ട് ഓരോ പഞ്ചായത്തിലേക്കും നടത്താം. നമ്മൾ വെച്ച കഴിഞ്ഞ പ്രാവശ്യം വെച്ച പദ്ധതിക്കും അതുപോലെ തന്നെ തുടർന്നുള്ള നമ്മൾ ഈ ഒരു വർഷക്കാലം നടപ്പിലാക്കേണ്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചുകൊണ്ട് മുൻഗണനാടിസ്ഥാനത്തിൽ അതോടൊപ്പം ഗവൺമെന്റ് ഗൈഡ് ലൈൻ പ്രകാരം തന്നെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. മടിക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകാശൻ V, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുളസി VV, പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സബിത CK, പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന T, ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷൻ മെമ്പർ രാധിക TV, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ മെമ്പർ സബീഷ് K, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷൻ മെമ്പർ സുകുമാരി ശ്രീധരൻ, MP ജയശ്രീ, മുഹമ്മദ് ബഷീർ, ബാലചന്ദ്രൻ മാസ്റ്റർ, M മാധവൻ നമ്പ്യാർ, മഞ്ജിഷ PK എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഹനീഫ PH സ്വാഗതവും ശശി VV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കാഞ്ഞങ്ങാട് സെന്റർ ശിവരാത്രി ആഘോഷിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കാഞ്ഞങ്ങാട് ഏരിയ ചെയർമാൻ KV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കാഞ്ഞങ്ങാട് സെന്റർ ശിവരാത്രി ആഘോഷം നടത്തി.
പ്രസ്ഥാനത്തിന്റെയും 90-ാം വാർഷികാഘോഷവും ഇതോടനുബന്ധിച്ച് നടന്നു. മലബാർ ദേവസ്വം ബോർഡ് കാഞ്ഞങ്ങാട് ഏരിയ ചെയർമാൻ KV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആഗോളതലത്തിൽ തന്നെ ഒരുപാട് യുദ്ധങ്ങളിലൂടെയും അതുപോലെ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ലോകരാജ്യങ്ങൾ തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ 25 വർഷം പൂർത്തിയായി 26ാമത്തെ വർഷം. പ്രജാപിത ബ്രഹ്മകുമാരി ആശ്രമം ആരംഭിച്ചത് 936 ലേഖ്രാജ് ബാബ ലേഖ്രാജ് ബ്രഹ്മബാബ ആണ് ഇങ്ങനെ ഒരു മഠം സ്ഥാപിച്ചതും അതിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിനായി ലോകമെമ്പാടും സ്ത്രീകളെ നിയോഗിച്ചുകൊണ്ട് പ്രചാരണവും നടത്തി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം നീലേശ്വരം സെന്റർ ഇൻചാർജ് ബ്രഹ്മകുമാരി സുമാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് സെന്റർ ഇൻചാർജ് ബ്രഹ്മകുമാരി ആശാജി ശിവരാത്രി സന്ദേശം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കൌൺസിലർമാരായ HR സുകന്യ, M പ്രശാന്ത്, ഷാലു മാത്യു എന്നിവരെ ആദരിച്ചു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം പ്രസിഡന്റ് സുരേഷ് മോഹൻ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. ഗിരീഷ് കുന്നത്ത് സ്വാഗതവും ബ്രഹ്മകുമാരി സിന്ധു സിസ്റ്റർ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ശാന്തി സന്ദേശ യാത്രയും നടത്തി. കാഞ്ഞങ്ങാട് ലയം കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടതുപക്ഷ ജനാധിപത്യ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാലിച്ചാനടുക്കത്ത് സ്വീകരണം നൽകി. നിരവധി ആളുകൾ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു. LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാലിച്ചാനടുക്കത്ത് സ്വീകരണം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ പ്രത്യേകത വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ ഭരണം നടത്തുന്ന ഗവൺമെന്റാണ്. ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ഗവൺമെന്റ് കാലഘട്ടത്തിലുണ്ടായി, ദുരന്തങ്ങളുണ്ടായി, വലിയ വെള്ളപ്പൊക്കവും പേമാരിയും ഉൾപ്പെടെയുള്ള മഹാദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്നു. ഈ അടുത്ത കാലത്ത് വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം എല്ലാവർക്കും അറിയാം. നൂറുകണക്കായ മനുഷ്യർ മരിക്കുന്നു. കേന്ദ്ര ഭരണകർത്താക്കൾ നിന്ന് കാഴ്ചക്കാരായി ഇതൊക്കെ നോക്കി പോകുന്നു. ആശ്വാസം നൽകുന്ന പ്രഖ്യാപനം അവർ നടത്തുന്നു. CPI ലോക്കൽ സെക്രട്ടറി K ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു. ബാനം കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് രാജ്മോഹനൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജ്മോഹനൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ജാഥ ലീഡർ E ചന്ദ്രശേഖരൻ MLA, VK രാജൻ, രാഘവൻ കുലേരി, KV കൃഷ്ണൻ, KS കുര്യാക്കോസ്, M കുമാരൻ, PG മോഹനൻ എന്നിവർ സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാലിച്ചാനടുക്കം. ജില്ലാ KPTA പ്രവർത്തക കൺവെൻഷൻ നടന്നു. മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും കാഞ്ഞങ്ങാട് NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ KPTA പ്രവർത്തക കൺവെൻഷനും മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും നടന്നു. കാഞ്ഞങ്ങാട് NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. നൌഷാദ് അലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു ലൈനിലായിരുന്നു, ആ ലൈൻ വിട്ടു. ഇപ്പോൾ നമ്മൾ ഈ കോഴി കൃഷിയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ സംഘടനയെ ബന്ധപ്പെടുന്നത്. ഒരുപക്ഷെ എന്നെ പരിചയപ്പെടുന്നത് നമ്മുടെ സെക്രട്ടറിയുടെ ഭാഗമായിട്ടാണ്. ഈ സംഘടനയുടെ അപ്പോൾ നമ്മുടെ എൻ്റെ സുഹൃത്ത് രഞ്ജിത്തുണ്ട്, അദ്ദേഹം കൂടിയാണ് എന്നെ ഈ സംഘടന പരിചയപ്പെടുന്നത്. അങ്ങനെ ചെറുക്കളത്ത് വെച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു, ചെറുക്കളത്ത് വെച്ച് ഫെബ്രുവരിയിലാണ് കഴിഞ്ഞ ഈ ഡിസംബർ ഒരു യോഗം ചേർന്നു. നമ്മുടെ ജില്ലാ കമ്മിറ്റി ഫോം ചെയ്തു. ആ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരു ചെറിയ പ്രവർത്തനം എന്ന രീതിയിൽ നടത്തുന്നത്. നമുക്ക് ജില്ലാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ മറ്റേതൊരു സംഘടന പോലെ നമ്മൾ കോൺഫറൻസ് നടത്തി അല്ലെങ്കിൽ സമ്മേളനം നടത്തിയ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തല്ല ജില്ലാ അന്ന് ഒരു താൽക്കാലിക കോൺഫറൻസ് നടത്തിയതിന്റെ ഭാഗമായി നമ്മൾ അതിൽ വന്ന നമുക്ക് പറ്റുന്ന ആളുകളാണ് ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത്. KV കേളു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. T കുമാരൻ നായർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതാപൻ, കരുണാകരൻ, ഷിഹാബ്, യോഗീഷ നായിക്, നസീറ, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൈത്തടം ശ്രീ കാലിച്ചാൻ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. കാലിച്ചാൻ തെയ്യവും വിഷ്ണുമൂർത്തി തെയ്യവും അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു.
മൈത്തടം ശ്രീ കാളിച്ചാൻ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കാളിച്ചാൻ ദൈവത്തിന്റെ പുറപ്പാടും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് മൈത്തടം ശ്രീ കാളിച്ചാൻ ദേവസ്ഥാന കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. വസ്ത്രവ്യാപാര രംഗത്ത് വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതിയ നിർവചനം നൽകിയ ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നടന്നു. വൻ ജനാവലിയുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടുകാർ വളരെ പാവപ്പെട്ടവരാണെന്ന് ഞാൻ ഇവരോട് പറയുകയായിരുന്നു. ഇമ്മാനുവൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. ദൈവം മാത്രമല്ല നമ്മളോടൊപ്പം വേണ്ടുന്നത്, ഇമ്മാനുവലും നിങ്ങളോടൊപ്പം വേണം എന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. കാരണം കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും ടെക്സ്റ്റൈലുകൾ ഓരോ ദിവസം വരുമ്പോഴും ഓരോ പുതിയ കടകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നവീകരണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ലൈവ് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ പനയാൽ സ്വദേശി രഞ്ജിത്തിന് ലഭിച്ചു. കൂടാതെ 10,000 രൂപയുടെ വീതം ഗിഫ്റ്റ് വൗച്ചർ 10 പേർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനമായി ലഭിച്ചു. ഷോറൂം നവീകരിച്ചതിന്റെ ഭാഗമായി ലേഡീസ് ചുരിദാറുകൾ, ലാച്ചകൾ, ഗൌണുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ വിശാലമായ പർച്ചേസിംഗ് സോൺ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. ലോകോത്തര ബ്രാൻഡുകളായ VS പോളോ, ലൂയിസ് ഫിലിപ്പ്, അലൻ സോളി, ബേസിക്സ്, പീറ്റർ ഇംഗ്ലണ്ട്, കില്ലർ, സൺനെക്സ് എന്നിവയുടെ വിശാലമായ ഒരു ജെൻസ് വെയർ വിഭാഗം തന്നെ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ വെഡിംഗ് സാരികളുടെയും സിൽക്ക് സാരികളുടെയും അപൂർവ ശേഖരവും ഇവിടെ ലഭ്യമാണ്. ചടങ്ങിൽ CEO ബൈജു, CP ഫൈസൽ, TP സക്കറിയ, PRO മൂത്തൽ നാരായണൻ, ഷോറൂം മാനേജർ സന്തോഷ് T എന്നിവർ പങ്കെടുത്തു. അബ്ദുൾ അസീസ് പടന്നക്കാട്, കമലാക്ഷി പാക്കം, ഫാത്തിമ കാഞ്ഞങ്ങാട് കടപ്പുറം, അഷ്റഫ് കാഞ്ഞങ്ങാട്, ബഷീർ, താഹിറ കുളിയങ്കാൽ, മുഹമ്മദ് കാഞ്ഞങ്ങാട്, ഐഷത്ത് മർബ, ജയശ്രീ ചെരുവത്തൂർ, വത്സല PV തുടങ്ങിയവർക്ക് 10,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി ലഭിച്ചു. ഇതിനു പുറമെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലും വൻ ജനാവലിയുടെ ആരവത്തിലുമാണ് നവീകരണ ഉദ്ഘാടനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാട്ടംചിറ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവം 2026 ഏപ്രിൽ 29, 30 തീയതികളായി നടക്കും. നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. മൊട്ടംചിറ ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലെ ഒറ്റക്കോല മഹോത്സവത്തിന്റെ ഭാഗമായി നാൾമരം മുറിച്ചു. തൊട്ടി കിഴക്കേക്കര ബാരയിൽ വീട്ടിലെ കൃഷ്ണൻ മാക്കം വീട് എന്നിവരുടെ ഭവനത്തിൽ നിന്നാണ് നാൾമരം മുറിച്ചത്. എന്ത് ദുരിതങ്ങളുണ്ടെങ്കിലും അതെല്ലാം അകറ്റിക്കൊണ്ട് അങ്ങനെ മലർന്നും തന്നെ കാണണേ. വെള്ളപ്പാ പരിപാടിക്കാണ്ട് കൊണ്ടാക്കണേ. വെളിച്ചപ്പാടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ചടങ്ങ് നടന്നത്. മുറിച്ചിട്ട മരവും ശിഖിരങ്ങളും ബാല്യക്കാരും കുട്ടികളും ചുവട് താങ്ങി കാൽനടയായി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് പുല്ലൂർ കരക്കക്കുണ്ട് ആൽത്തറക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട് മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ. കോടോംപെളൂർ ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടടുക്കം എന്ന സ്ഥലത്ത് താമസിക്കുന്ന വി ദാമോദരൻ നായരുടെ മകൻ 37-കാരനായ എ മുരളീധരൻ വൃക്ക സംബന്ധമായ അസുഖം മൂലം മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഒരാഴ്ച മുൻപ് കലശലായ വയറുവേദനയെ തുടർന്ന് മാവുങ്കാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുരളീധരനെ പാൻക്രിയാസിസിൽ അണുബാധയെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തേക്ക് മാറ്റുകയായിരുന്നു. പാൻക്രിയാസിസിലുണ്ടായ അണുബാധ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിച്ചതിനാൽ ഡയാലിസിസിന് വിധേയനായിരിക്കുകയാണ്. ഒരാഴ്ച കാലയളവിൽ 6 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ലക്ഷങ്ങളും പ്രാർത്ഥനകളും ഉണ്ടെങ്കിൽ മാത്രമേ മുരളിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ഉപജീവനം നടത്തുന്ന മുരളിയുടെ സാമ്പത്തിക സ്ഥിതി തികച്ചും ദയനീയമാണ്. കരുണയുള്ള കരങ്ങളുടെ സഹായത്തിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ സഹായങ്ങൾ എത്തിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്നിപ്പാടിയിലെ സന്ദേശിന്റേത് തൂങ്ങി മരണമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത ബ്ലോഗർ ചിന്നുപാപ്പു എന്ന രേഷ്മയുടെ ആൺ സുഹൃത്താണ് സന്ദേശ്. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് യുവാവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. അതേസമയം സന്ദേശ് ആത്മഹത്യ ചെയ്ത സംഭവം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം വികസന ജാഥ വേലാശ്വരത്ത് സമാപിച്ചു. സമാപന പരിപാടി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും പൊതുസമ്മേളനവും നടന്നു. മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഓപ്പറേറ്റർമാർ പങ്കാളികളായി. ജീവസുറ്റ മണൽ ശില്പങ്ങൾക്ക് മുന്നിൽ മൺചിരാത് തെളിയിച്ച ശരത് ലാൽ കൃപേഷ് ഓർമ്മകൾ പുതുക്കി ജവഹർ ബാൽമഞ്ച് ജില്ലാ കമ്മിറ്റി. ശില്പി ദേവദാസും സംഘവുമാണ് ശില്പം ഒരുക്കിയത്. വെളുത്തെടുത്ത നായർ സമുദായത്തെ സമ്പൂർണ്ണ OECയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യം. കേരള വെളുത്തെടുത്ത നായർ സമാജം കാസർഗോഡ് ജില്ലാ വനിതാ സംഗമവും അനുമോദന സദസ്സും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.